മുഖം മിനുക്കാനൊരുങ്ങി ഏലപ്പാറ ഗ്രാമപഞ്ചായത്ത് 27 ലക്ഷം രൂപ വകയിരുത്തിയുള്ള വികസന പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അനില ടെക്സ്റ്റൈൽസ്, നിയർ ബസ് സ്റ്റാൻഡ്, ഏലപ്പാറ. ഏലപ്പാറ ഗ്രാമപഞ്ചായത്തിന് 2023-24 പദ്ധതിയിലെ CFC ഗ്രാന്റ് ഉപയോഗിച്ചാണ് പഞ്ചായത്ത് കെട്ടിടം നവീകരിക്കുന്നത്. നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ പണികൾ പൂർത്തീകരിക്കാൻ ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. ഏലപ്പാറ ഗ്രാമപഞ്ചായത്തിൻ്റെ 23-24 ജനകീയാസൂത്രണ പദ്ധതിയിൽ CFC ഗ്രാന്റ് ഉപയോഗിച്ച് വളരെ പഴക്കമേറിയ ഏലപ്പാറ പഞ്ചായത്ത് ബിൽഡിങ്ങിൽ സേവനങ്ങൾക്കായി വരുന്നവർ മഴക്കാലങ്ങളിൽ കാറ്റടിച്ച് വെള്ളം വീണ് വളരെ ബുദ്ധിമുട്ടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ കെട്ടിടം ത്തിൻ്റെ കാലപ്പഴക്കവും അതുപോലെ തന്നെ പെയിൻ്റ് അടിച്ചാൽ പെട്ടെന്ന് പായൽ പിടിക്കുന്ന സാഹചര്യമൊക്കെ ഉള്ളതുകൊണ്ട് ആ CFC ഗ്രാന്റ് ഉപയോഗിച്ച് ഏതാണ്ട് 27 ലക്ഷം രൂപ ഉപയോഗിച്ച് ഗ്ലാസ് മൂടി പിടിപ്പിക്കുന്നതിനും വെള്ളം അകത്ത് കയറാത്ത രീതിയിൽ അലുമിനിയവും ഗ്ലാസും ഉപയോഗിച്ച് വളരെ ഭംഗിയാക്കി നിലനിർത്തുന്നതിന് വേണ്ടി ഈ ഭരണസമിതി തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ പണി ഏതാണ്ട് പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മാസം തന്നെ പണി പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നാണ് ഭരണസമിതിയുടെ. ഏറെ വർഷം പഴക്കമുള്ള കെട്ടിടത്തിലാണ് ഏലപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രവർത്തിക്കുന്നത്. ശക്തമായ കാറ്റും മഴയുമുള്ള സമയത്ത് പഞ്ചായത്തിനുള്ളിൽ വരെ വെള്ളം കയറുന്ന സാഹചര്യവുമുണ്ട്. ഇതോടെയാണ് പഞ്ചായത്തിന്റെ മുൻവശം ഗ്ലാസ് ഇടാൻ ഭരണസമിതി തീരുമാനിച്ചത്. ഇതിനായുള്ള പ്രവർത്തനമാണ് നടക്കുന്നത്. ഇടുക്കി ലൈവ് ന്യൂസ്, ഏലപ്പാറ. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ആഹാ, ഇതെല്ലാരും കൂടെ എവിടെ പോയിട്ട് വരുന്ന വഴിയാ? ഞങ്ങൾ ചെറിയൊരു ഷോപ്പിംഗ് നടത്തി ഏലപ്പാറയിലുള്ള നമ്മുടെ അനില ടെക്സ്റ്റൈൽസിൽ. അനില ടെക്സ്റ്റൈൽസോ? അതൊരു ചെറിയ കടയല്ലേ? പുറത്തുനിന്ന് നോക്കിയ ചെറിയ കടയാ, അകത്ത് കയറിയാൽ 2 നിലകളിലായി വിശാലമായ ഷോറൂമാ. അടിപൊളി കളക്ഷൻസാ, എനിക്ക് എല്ലാം ഇഷ്ടപ്പെട്ടു. ട്രെൻഡി കളക്ഷൻസും അതിശയിപ്പിക്കുന്ന വിലക്കുറവാ. ലേഡീസിനും ജെന്റ്സിനും കിഡ്സിനും എല്ലാം പ്രത്യേകം സെക്ഷനുകളും. എന്നാ പിന്നെ എനിക്കും പോണല്ലോ നമ്മുടെ അനില ടെക്സ്റ്റൈൽസിലേക്ക്. മാറുന്ന കാലത്തിനൊത്ത ട്രെൻഡുകളും മാറ്റാനാവാത്ത വിശ്വാസവുമായി അനില ടെക്സ്റ്റൈൽസ്, നിയർ ബസ് സ്റ്റാൻഡ്, ഏലപ്പാറ.